ഇന്ന് പാലക്കാട് നിന്ന് വളരെ ദാരുണമായൊരു വാർത്ത വന്നിട്ടുണ്ട്. പാലക്കാട് ആ കാണാതായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിനടുത്തുള്ള കുളത്തിൽ നിന്നാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇരവങ്കാട് സ്വദേശി മുഹമ്മദ് അനസിൻ്റെയും സൗഹിദയുടെയും മകനായ സുഹാനെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. കുട്ടി വീട്ടുമുറ്റത്തേക്ക് ഒറ്റയ്ക്കിറങ്ങുന്നത് പതിവായിരുന്നതിനാൽ കുട്ടിയെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ വൈകിയാണ് അറിഞ്ഞത്. സഹോദരനുമായുണ്ടായ വഴക്കേറ്റതുകൊണ്ടാണ് സഹോദരനുമായുണ്ടായ വഴക്ക് മൂലമാണ് ആ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയതെന്നാണ് കരുതുന്നത്. ഒരു നാട് മുഴുവൻ ഒറ്റടങ്കം രാത്രി മുഴുവൻ തിരച്ചിലായിരുന്നു. ഒടുവിൽ ഇന്ന് രാവിലെയാണ് ദാരുണമായ ആ ദൃശ്യം കിട്ടുന്നത്. മകൻ്റെ സുഹാന്റെ മൃതദേഹം സമീപത്തെ ഒരു കുളത്തിൽ നിന്നും കണ്ടെടുത്തത്. 20 മണിക്കൂറിലധികം നീണ്ട പരിശോധനയും പ്രാർത്ഥനകളും വിഫലം. 9 മണിയോടെ ചിറ്റൂർ അമ്പാട്ടുപാളയം എരുമങ്കോട് സ്വദേശി മുഹമ്മദ് അനസ് താഹിദ ദമ്പതികളുടെ മകൻ സുഹാസിന്റെ മൃതദേഹം കിട്ടി. വീട്ടിൽ നിന്ന് 800 മീറ്ററോളം ദൂരെയുള്ള കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു സുഹാൻ. ആളുകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വലിയ കുളമാണ് ഇത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി മുതലാണ് സുഹാനെ കാണാതായത്. ഇത്രയും ദൂരം കുട്ടി പോകുമെന്ന് ആരും കരുതിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ വീടിന് സമീപത്തെ കുളങ്ങളിൽ മാത്രമാണ് പരിശോധന നടത്തിയത്. ഡോഗ് സ്ക്വാഡ് സമീപത്തെ കുളവരമ്പ് വരെ മണം പിടിച്ചു ചെന്നിരുന്നു. കുട്ടി ഈ കുളത്തിന്റെ പരിസരത്തെത്തിയതിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. ഇത് വീടിന് ഒരു അല്പം അകലെയായിട്ട് ഒരു 100-300 മീറ്റർ അകലെയായിട്ടുള്ള മറ്റൊരു കുളമാണ്. ആ കുളത്തിലാണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ആ കുളത്തിന്റെ ഒരു ഘടന ഒരു റോഡും റോഡിന്റെ സൈഡിലൊരു കനാലിനപ്പുറമാണ് കുളം. അപ്പൊ ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കുളമാണ്. അപ്പോൾ കുട്ടിയെ കുളത്തിലേക്കായിട്ട് സ്വമേധയാ ഇറങ്ങണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇറക്കുക തന്നെ വേണം. അല്ലാതെ അപകടത്തിൽപ്പെടാൻ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന കിടക്കുന്നത്. അപ്പൊ അതൊന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ സുഹാൻ സഹോദരനുമായി പിണങ്ങിയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ന്യൂസ് 18 പാലക്കാട്. പക്ഷേ ഇതാണ് സംഭവമെങ്കിലും ഇതിൽ ചില ദുരൂഹതകൾ അവശേഷിക്കുകയാണ്. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആ ദുരൂഹത സംശയിക്കുന്നു. 800 മീറ്റർ അകലെയുള്ള ആ ഇടത്തേക്ക് എങ്ങനെയാണ് കുട്ടി നടന്നു പോയത്? അതിന് ഇടവെച്ചത് എന്താണ്? ഇതിൽ വളരെ സംശയമാണ് ഇപ്പോഴും ആളുകൾ പോകുന്നത്. നിരവധി സങ്കീർണമായ റോഡുകളും പാലങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലൂടെ എങ്ങനെ ഈ കുട്ടി ഈ ദൂരം നടന്നുപോയി എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, സ്വാഭാവികമാണ്, കേൾക്കുന്ന ആ സ്ഥലം പരിചയമില്ലാത്ത നമുക്ക് പോലും ഉണ്ടാവുന്ന ഒരു സംശയവും അതുതന്നെയാണ്. കുട്ടി ഇത്ര ദൂരം എങ്ങനെ പോയി? വീട്ടിൽ സഹോദരനുമായി പിണങ്ങിയിറങ്ങി, ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ അടിമുടി ഒരു ദുരൂഹത സംശയിക്കുന്നുണ്ട്. എന്താണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയൊക്കെ ഒരു വാദം? ഇന്നലെ 12 മണിക്കാണ് കുട്ടിയെ കാണാതാവുന്നത്. അതിനുശേഷം വീട്ടുകാർ ഈ കുട്ടിയെ തെരയാനും നാട്ടുകാരും കൂടി തെരഞ്ഞ് ഇന്നലെ വൈകുന്നേരം വരെ കുട്ടിയെ കുറിച്ച് തെരച്ചിലായിരുന്നു. ഫയർഫോഴ്സും ചിറ്റൂരിലെ പോലീസുകാരും എല്ലാം ഉൾപ്പെടെ സമീപത്തെ 2-3 കുളങ്ങളും താമര വളർത്തുന്ന കുളങ്ങളും ചതുപ്പ് പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഡോഗ് സ്ക്വാഡ് വന്ന് തെരഞ്ഞതും ഈ സമീപത്തുള്ള കുളങ്ങളിൽ മാത്രമാണ്. എന്നാൽ ഇന്ന് സിനാന്റെ മൃതദേഹം കിട്ടിയത് വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്ററോളം ദൂരെ മാറി റോഡ് സൈഡിലുള്ള മെയിൻ റോഡല്ല, അതിനകത്ത് റോഡ് സൈഡിലുള്ള ഒരു കുളത്തിലെ വലിയൊരു കുളമാണ്. ആ കുളത്തിൽ ആളുകൾ കുളിക്കാനും സാധാരണമായി ഉപയോഗിക്കുന്ന കുളം കൂടിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അത്രയും ദൂരത്തേക്ക് കുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് പോയി? അത് കുട്ടിയാണ് 6 വയസ്സ് പ്രായമാണ്. അത് പോയത് ആരും കണ്ടുമില്ല എന്ന് പറയുന്നതിലും ദുരൂഹതയുണ്ട്. ഈ കുട്ടി ആ കുളത്തിലേക്ക് എങ്ങനെ എത്തി? ആ കുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന് പോലും ഇപ്പോൾ സംശയമുണ്ട്. പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടിയും പറയുന്നത് ഇത് അന്വേഷിക്കാനുണ്ട്, അങ്ങനത്തെ വല്ല ദുരൂഹത ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. വിദേശത്തുള്ള കുട്ടിയുടെ അച്ഛൻ പാലക്കാട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ്. ഈ
പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. യെസ്, അടിമുടി ദുരൂഹതയുണ്ട് ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട്. എന്തായാലും അന്വേഷണം നടക്കുമെന്ന് ഉറപ്പാണ്. കുട്ടി എങ്ങനെ അത്ര ദൂരം അവിടെ എത്തി എന്ന ചോദ്യമാണ്. ഇന്ന് ഒരു നാടിൻ്റെ മുഴുവൻ തെരച്ചിലിനൊടുവിലാണ് ഇന്ന് രാവിലെ കുട്ടിയെ കുളത്തിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും 800 മീറ്ററോളം അകലെയുള്ള കുളത്തിൽ എങ്ങനെ ബോഡി കണ്ടെത്തിയെന്ന്, എങ്ങനെ ബന്ധപ്പെട്ടു, എങ്ങനെ മരണപ്പെട്ടു, അങ്ങനെ നിരവധി സംശയങ്ങളാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ.